പക്ഷെ ഈ ഫേസ്ബുക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങ് അത്ഭുതം തോന്നും. അനുമോളെ അത് പൈസ അതെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പൈസ ആ രാവിലെ മാത്രം അനുമോള് തന്നെ കസേര വന്ന് സിറ്റ് ഔട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് വെച്ചാൽ 6-7 മണിയാകുമ്പോഴേ കുഞ്ഞ് ഉറങ്ങി കിടക്കുമ്പോഴേ അനുമോളെ വീഡിയോ എടുക്കാൻ പൈസ ഇട്ടിട്ടായോ? ഈ കുഞ്ഞ് എങ്ങനെയുണ്ട് വെൻട്രേത്തിൽ നമ്മളെ എടുത്തോ എങ്ങനെ ഉണ്ടെന്ന് ഒരു വാക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ല. വാളയാറ് മൂന്നാർ അവൻ ടൂർ പോവുക കാറും വിളിച്ചോണ്ട്. എന്നിട്ട് എൻ്റെ പറഞ്ഞു എടി മറ്റേ മോളെ നിനക്ക് വേണമെങ്കിലേ നീ നിന്റെ മോളെ കൊണ്ടുപോക്കുക അല്ലെങ്കിൽ നീ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ പൊങ്ങായിക്ക് കുടിക്കുന്നത്. ഇവൻ ഈ സ്ത്രീയും കൊണ്ട് ഒരു മുറി വന്ന് കിടന്ന് ഉറങ്ങിയപ്പോൾ ഇവൻ്റെ മെമ്പറെ വിളിച്ച് ഞാനൊരു കുഞ്ഞിൻ്റെ തീട്ടവും മൂത്രവും എടുത്ത് പട്ടിണിയെ ഞങ്ങളവിടെ കിടക്കുന്നത്. ഞങ്ങളവിടെ ഒരു അമ്പലത്തിൽ നിന്നാണ് ചോറ് മേടിച്ച് കഴിക്കുന്നത്. അങ്ങനെ അനുമോടെ പേർക്കുള്ള പൈസ വന്നതിന് മുമ്പ് AC മേടിച്ച് വെച്ചിട്ട് അവർ 1 മാസം AC ഓണാക്കിയിട്ട് പിന്നെ അവൻ റിമോട്ട് എടുത്ത് വെച്ച് അവൻ്റെ മേശ വെച്ച് പൂട്ടിട്ട് ആ മുറി പൂട്ടിക്കൊണ്ട് അവൻ പോകുന്നത്. ഈ ജനലിൽ തുറന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഞാനും എൻ്റെ ചേച്ചി കൂടെ നേരം വെളുത്ത് കൊതുവിനെ അടിച്ച് എൻ്റെ കുഞ്ഞ് ഉറങ്ങുന്നത്. എനിക്ക് ആരുടെയും പൈസ വേണ്ട, എൻ്റെ മോക്ക് സംസാരം കിട്ടിയാൽ മതി. ഇവൻ്റെ ലക്ഷ്യം ഒന്നീ അനുവിനെ കൊല്ലണം. ശാസ്താംകോട്ട SI സാർ സ്ഥാനവാസം എന്ന് പറയും. സാറ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട്, സാറ് നല്ലൊരു മനുഷ്യനാണ്. അന്നേരം ഇവൻ പറഞ്ഞു ഞങ്ങളുടെ പൈസ ഇല്ലെന്ന് കട്ടിലുണ്ട്, അത് സാറ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അമ്മ കട്ടിലെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സാറും കൂടെ വന്നു നിന്നാൽ ഇതെല്ലാം പറഞ്ഞു. അതിന് ഏത് കോടതി പോയാലും എൻ്റെ കുഞ്ഞിന് സംസാരം കിട്ടാതെ ഞങ്ങൾ പിക്ഷ എടുക്കും. പക്ഷെ ഈ ഫേസ്ബുക്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങ് അത്ഭുതം തോന്നും. അനുമോളെ അത് പൈസ അതെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പൈസ ആ രാവിലെ മാത്രം അനുമോള്. പിന്നെ ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയ ഒരാൾ 20,000-25,000 രൂപ കൊടുത്ത് അതിന് 1000 രൂപ അനുമോക്ക് ചിലവാക്കും. അത് നമ്മൾ 3 വട്ടം പറയണം. തലയത്തൊക്കെ എണ്ണ വേണം, അല്ലെങ്കിൽ ഓറഞ്ച് വേണം, ആപ്പിൾ വേണം. അത് 3 ദിവസം പറഞ്ഞാലേ 4ൻ്റെ നമ്മൾ മേടിച്ചുകൊണ്ട് വരും ഓരോ കിലോ. പിന്നെ അത് തീരുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും പിന്നെ മേടിച്ചുകൊണ്ട് വരുന്നത്. ഈ പൈസയും കൊണ്ട് അനുമോടെ പൈസയും കൊണ്ട് അവൻ ഓൺലൈൻ വഴി ചെരുപ്പുകൾ, ഏറ്റവും വില കൂടി ചെരുപ്പ്, അവൻ്റെ വീട്ടിൽ 6 ക്യാമറ. ഇവ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ് ക്യാമറ വെച്ച് അവിടെ ആണുങ്ങൾ വരുന്നേ. എനിക്ക് 52 വയസ്സുണ്ട്, ഈ ചേച്ചിക്ക് 63 വയസ്സുണ്ട്. അന്നേരം ആ വീഡിയോ ചെയ്യാൻ വന്ന മോൻ പറയണമായിരുന്നു ഈ ക്യാമറ ഓൺ ആക്കാൻ. അവിടെ എത്ര ആണുങ്ങൾ വരും, എന്തായാലും ക്യാമറ കള്ളം പറയത്തില്ലല്ലേ. ഇവൻ ഈ പച്ച കള്ളം പറയും, ദൈവം തമ്പുരാൻ പൊറുക്കാത്ത കള്ളം പറയുന്നതിനെ ഇവന് ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഇവന് കൂലി കൊടുക്കും. ഞങ്ങൾ അതേ പറയുന്നുള്ളൂ. പക്ഷെ എൻ്റെ കുഞ്ഞിനെ, ഈ 28 വയസ്സുള്ള കുഞ്ഞിനെ ഈ അബോധാവസ്ഥയൊക്കെ അവൻ്റെ ഒറ്റ ഒരുത്തൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ വന്നേ. ഈ ഇപ്പോ ഉള്ള ഈ ജയപ്രകാശിന്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീഡിയോസ് ചെയ്ത് വീഡിയോസിന്റെ ഒരു റവന്യൂ ഉണ്ടാവും. അതുകൂടാതെ ഈ വീഡിയോസ് കൊണ്ട് നല്ലവരായ ആൾക്കാർ അയച്ചു കൊടുക്കുന്ന പൈസ ഉണ്ട്. അപ്പോ ഇതൊക്കെ പുള്ളിയുടെ കാര്യങ്ങൾക്ക് അവൻ സുഖിക്കുമായിരുന്നു. അവൻ മോളെ വില്ലൂര് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതിൻ്റെ 3ൻ്റെ അന്ന് വാളയാറോ തേക്കടിയിൽ നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. ഇവൻ തന്നിട്ടതാ മൊബൈലിൽ കിടപ്പുണ്ട്. ഇതിൽ കൂടുതൽ തെളിവ് ഞാൻ എന്തോ പറയേണ്ടെന്ന്. എൻ്റെ പൊന്നോളെ എൻ്റെ ജീവൻ കൊടുത്ത എൻ്റെ ഈ 2 കുഞ്ഞുങ്ങളെ വളർത്തി. ഇവൻ ഇന്ന് പറയുന്നത് അത് അവർക്ക് വീഡിയോ ചെയ്ത് അത് അവനെ ഭാര്യയുടെ പൈസ ഭർത്താവിന് മേടിക്കും. പക്ഷെ പ്രസവിച്ച് 10 മാസം നൊന്ത് പ്രസവിച്ച് ഞാൻ വളർത്തി അവർക്ക് അർഹതപ്പെട്ട വിദ്യാഭ്യാസവും കൊടുത്ത് ഞാൻ കെട്ടിച്ചതാ. എനിക്ക് എൻ്റെ മോടെ പൈസ മേടിച്ച് ഒന്നും ചെയ്യണ്ട. ഇതൊന്നും ഈ ഒരു സത്യാവസ്ഥയൊന്നും അനുമോക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതെ അത് വെച്ചാ അവൻ മുതലെടുക്കുന്നേ. ഇപ്പം കുഞ്ഞിന് ഒരു തത്വമുള്ള ഭർത്താവായിരുന്നെങ്കിൽ അവർക്ക് കാമോനുണ്ടെങ്കിൽ ഇവ അന്ന് തെളിയിപ്പിക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അത് അറിയിപ്പിക്കണമായിരുന്നു. അങ്ങനെയല്ലേ ചെയ്യുന്നേ. ഈ അബോധാവസ്ഥയെ വന്ന് 2 വർഷത്തിന് മുമ്പുള്ള ഇപ്പോഴാണോ അവനാണ് ഒരു ഭർത്താവ്. ജയപ്രകാശ് പറയുന്നത് അതായത് ഞാനും അനുമോളും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. അമ്മായിയമ്മമാര് തമ്മിലുള്ള അവന്റെ അമ്മയും ഞങ്ങളുടെ അമ്മ, ഞാനും അവന്റെ അമ്മയായിട്ട് ഒരു പ്രശ്നമില്ല. അവൻ നിൽക്കാൻ വേണ്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകളെ വാ പൊത്താൻ വേണ്ടി ഞങ്ങൾ തങ്ങളിൽ ഒരു പ്രശ്നം. എവനെ ആ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത്. എവന്റെ അമ്മയും അവന്റെ അച്ഛനായിട്ട് ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ എന്തോലും പറഞ്ഞാലും അത് അന്നേരം അങ്ങ് തീരും. പക്ഷെ എവനെ അത് വലിയ രൂക്ഷമായിട്ട് എടുത്ത് ഇവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു ദിവസം എൻ്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് അത് കഴിഞ്ഞ് വെട്ടാൻ വന്ന് ഈ കുഞ്ഞിനെ എന്നെ കൂടെ. അവൻ്റെ അച്ഛൻ ഒറ്റ ഒരാളുണ്ടായിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് എൻ്റെ കഴുത്ത് 2 ആയേനെ. ഇപ്പൊ പറയുന്നു ഇങ്ങനെ നിങ്ങള് പറയുന്നതെല്ലാം കള്ളമായ അതുകൊണ്ട് അച്ഛൻ വിഷം കഴിച്ച ആശുപത്രിയിൽ. അത് നമുക്കറിയത്തില്ല, അതിനെപ്പറ്റി ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ അവിടുന്ന് വന്നിട്ട് ഇപ്പൊ 10 ദിവസമായി. പിന്നെ അവന്റെ കുടുംബജീവിതം ഒന്നും ഞങ്ങൾ തിരക്കാൻ പോയിട്ടില്ല. ഫേസ്ബുക്കിൽ കുറച്ച് ഫോട്ടോസ് ഇട്ടുണ്ട്. ഇപ്പൊ അമ്മ ജയപ്രകാശിന്റെ കൈ കടിച്ചു മുറിച്ചു. അത് കടിച്ചു മുറിച്ചു ഞാൻ അത് ചെയ്തത്. അത് ഏത് വീഡിയോയുടെ മുമ്പിൽ ഞാൻ പറയും, ഏത് കോടതിയിലും പറയും. എന്റെ ജീവരക്ഷ ഞാൻ നോക്കി. എന്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് ഈ സ്ത്രീയും കൊണ്ട് ഒരു മുറി വന്ന് കിടന്ന് ഉറങ്ങിയപ്പോൾ ഇവന്റെ മെമ്പറെ വിളിച്ച് ഞാൻ 5 മണിക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു സാർ അങ്ങോട്ട് വന്ന് നോക്കണം, നോക്കിയിട്ട് അത് കണ്ടാൽ മതി. അങ്ങനെ അവൻ്റെ നാട്ടുകാരായ 2-3 പേര് വന്ന് ഇത് കണ്ട ഇവളെ ഇറക്കി വിടാൻ.
അങ്ങനെ പറയുമ്പോൾ ഒരു കൈയും കൊണ്ട് എൻ്റെ കൊങ്ങായിക്ക് പിടിച്ചപ്പോൾ ഞാൻ ജീവരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാ. നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്ത് 4 വട്ടം കേസ് കൊടുത്ത്. അന്നേരം അവിടുത്തെ നാട്ടുകാരും സാറും പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് ഇവൻ ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ, ഇവൻ ഒരാളെ കൊന്നാലും ഇവന് നിന്ന് പറയാനുള്ള ഭയങ്കര മാസാമർത്ഥ്യം ഉള്ളവനാ. എന്നിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഞാൻ പ്രവാസിയാണെന്നും പറഞ്ഞ് ഈ കാണിക്കുന്നത് ഇത് മൊത്തം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. കല്യാണത്തിന് മുന്നേ എന്തായിരുന്നു ജോലി എന്നൊക്കെ നമുക്ക് അതൊന്നും നമ്മൾ അന്വേഷിച്ചില്ല. ഈ അച്ഛനെ വന്ന് എല്ലാം നടത്തുന്നേ. അനുമോളെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ വന്ന് നടത്തി. കല്യാണത്തിന്റെ 3-ന്റെ അന്ന് ഈ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിയെ അവള് കാണുന്നത് പോലും. അനുമോളുടെ കുഞ്ഞിപ്പോ എവിടെയാ? കുഞ്ഞ് അനുമോടെ പേർക്കുള്ള വീട്. അനുമോക്ക് 25 പവനും 6 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട്. അവരുടെ പൈസയുണ്ട്. അവര് വേറെ വീട് വെച്ച് കുഞ്ഞും ഇവര് ഇങ്ങനെ കഴിഞ്ഞോണ്ടിരുന്നപ്പോഴേ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വീടാണല്ലേ അവന്റെ പൈസയുണ്ട്. അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. നമ്മള് എഴുതിയേക്കുന്നത് അന്ന് എഴുതിയതെന്ന് പറഞ്ഞാൽ ഇവ ഇവിടെ ഇല്ല, ഇവന് ഏതോ കേസുണ്ട്. അതിന് എൻ്റെ അച്ഛനും അമ്മയും അന്ന് പറഞ്ഞത്, പിന്നെ അവൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്കുള്ള താമസാവകാശം ഇപ്പം വെച്ചിട്ട് അവൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് മാറി തരുന്നതാണ്. പക്ഷെ ഇന്ന് വരെ അവർ മാറിയിട്ടില്ല. അവർക്ക് 2 വീടുള്ളവരാ, 2 വീടും വസ്തു ഉള്ളവരെ അവർ മാറിയിട്ടില്ല. അതിപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ കൂടെ നിൽക്കാതിരിക്കുക അത് നമുക്ക് വിഷയമല്ല. പക്ഷേ ഇവൻ ക്രൂരതയല്ലാതെ ഞങ്ങളുടെ അടുത്ത് ഒന്നും ചെയ്തിട്ടില്ല ഈ 10 മാസം കൊണ്ട്. ഈ കുഞ്ഞ് മെഡിസിറ്റി കിടന്ന് ഇവൻ പൈസ അടയ്ക്കാൻ വരുമ്പം ഈ ATM കാർഡും കൊണ്ട് വരും, തിരിച്ചു പോകും. ഈ കുഞ്ഞ് എങ്ങനെയുണ്ട്, വെൻട്രേറ്റിൽ നമ്മളെ എടുത്തോ, എങ്ങനെ ഉണ്ടെന്ന് ഇവ ഒരു വാക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ല. അതായത് ഈ ഒരു അവസ്ഥയിൽ ഒരു തരത്തിലുള്ള പരിചരണം ഒന്നുമില്ല. ഇവൻ ഹോസ്പിറ്റലിൽ മാസം തോറും കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ തലേന്ന് ഇങ്ങനെ അവിടെ പ്രകടനം കാണിക്കുന്നത്. പൈസ ഇല്ല, അവിടെ പോയി 5000 ചോരി, ഇവിടെ പോയി അന്നേരവും കിടപ്പുണ്ട്. അനുമോടെ പേര് 1,40,40,000 രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയോടെ നമ്മൾ എന്തോ പറയുന്നേ? ഇവൻ ദേഹോപദ്രവം നമ്മളെ ചെയ്യുന്ന മൊത്തവും. പക്ഷെ എൻ്റെ ജീവിതാത്രത്തിന് ഞാൻ കയറി കടിച്ചതാ. അത് ഞാൻ എവിടെയും പറയും. ആരിനി പന്ന സ്ത്രീയാന്ന് പറഞ്ഞാൽ ഞാനൊരു കുഞ്ഞിൻ്റെ തീട്ടവും മൂത്രവും എടുത്ത് പട്ടിണിയെ ഞങ്ങളവിടെ കിടക്കുന്നത്. ഞങ്ങളവിടെ ഒരു അമ്പലത്തിൽ നിന്നാണ് ചോറ് മേടിച്ച് കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഫാൻ ഇടാനൊക്കത്തില്ല, വെള്ളം എടുക്കാനൊക്കത്തില്ല, ഗ്യാസ് കത്തിക്കാൻ. ഇവൻ പറയുന്നത് വെറും തെറി. അവളുമാരെ പട്ടിണി കിടക്കാൻ തയ്യാറായിക്കോ എന്നാ ഇവൻ ദിവസം ഇത് പറയുന്നത്. അങ്ങനെ കുഞ്ഞിന് പിന്നെ ഡോക്ടർ ഉണ്ണികൃഷ്ണ സാറ് പറഞ്ഞ് കുഞ്ഞിന് AC വെക്കണമെന്ന് പറഞ്ഞു. ചൂട് അവർക്ക് ഇത്രയും മെഡിസിനൊക്കെ കഴിക്കുന്നില്ലയോ, അതുകൊണ്ട് AC വെക്കണമെന്ന്, നല്ല ഉറക്കം കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ അനുമോടെ പേർക്കുള്ള പൈസ വന്നതിൽ നിന്ന് പോയി AC മേടിച്ച് വെച്ചിട്ട് അവൻ 1 മാസമായി AC ഓണാക്കിയിട്ട് പിന്നെ അവൻ റിമോട്ട് എടുത്ത് വെച്ച് അവൻ്റെ മേശ വെച്ച് പൂട്ടിട്ട് ആ മുറി പൂട്ടിക്കൊണ്ട് അവൻ പോകുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു അനു ഉറങ്ങുന്നില്ല പ്രകാശ്, AC ഇടണമെന്ന് പറഞ്ഞു. അതെ, കറണ്ട് ബില്ല് കൂടുതലാവും, അതുകൊണ്ട് AC ഇടുന്നില്ലെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾ ഇതുപോലെ ജനലിൽ തുറന്നിട്ട് അവിടെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ ഇതെല്ലാം കണ്ടുപിടിക്കുക. എവനെ ഈ കള്ളത്തരം പറയാൻ പറ്റൂ, ലോഹരെ പറ്റിക്കുക. ഈ ജനലിൽ തുറന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഞാനും എൻ്റെ ചേച്ചി കൂടെ നേരം വെളുത്ത് കൊതുവിനെ അടിച്ച് എൻ്റെ കുഞ്ഞ് ഉറങ്ങുന്നത്. പിന്നെ ഭയങ്കര വെപ്രാളവും നമുക്ക് ഉറക്കമില്ല. രാത്രിയിലൊക്കെ 2 മണി 3 മണി വരെ നമ്മൾ എവന്റെ ഒരു പെങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ 28 വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയ ഇത് സഹിക്കുവോ? എല്ലാം സഹിക്കും. പക്ഷെ അനുമോളുടെ ഈ ഒരു സ്വഭാവശുദ്ധിനെ ഇങ്ങനെ പറയുന്നതാണ് ഈ സമയത്ത് ശരിക്കും പ്രതികരിക്കേണ്ട ആൾ അനുമോളെ. അവർക്ക് പ്രതികരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ അവ ഇത് പറയുമായിരുന്നു. അന്നേരം ഈ ലോകര് കാണുന്ന ഒരു ചോദിക്കണം, എവനാന്നോ ഒരു ഭർത്താവ്, എവനാന്നോ അനുമോളെ എന്ന് വിളിക്കാൻ അവന് എന്തോ അർഹതയുണ്ട്? അനുമോളുടെ ഫോണിൽ നിന്ന് ആരുടെയോ ഫോട്ടോ കണ്ടുവെന്നോ? അമ്മ ആ തെളിവ് മോളെ അതല്ല, ഒരു തെറ്റ് കാണിച്ച് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ബന്ധുക്കളെ അറിയിപ്പിക്കണം, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനെ അമ്മയെ അറിയിക്കണം, അല്ലെങ്കിൽ അവൻ്റെ നാട്ടുകാരെ അറിയിക്കണം. ഈ കുഞ്ഞ് അബോധാവസ്ഥയായപ്പോഴേ ഇവൻ്റെ സത്യം, ഇവൻ്റെ മുഖംമൂടി അഴിയുമെന്ന് അവന് മനസ്സിലായി. ഈ സ്ത്രീയെ കൊണ്ട് അവ ഇങ്ങനെ നടക്കുന്നത്. കോയമ്പത്തൂരൊക്കെ പോയിട്ട് കാറ് വിളിച്ച് പോയിട്ട് ഇവ 5, 6, 7 ദിവസം ആ കാറ് അവിടെ ഇട്ടേക്കും. ഒരു ദിവസം 12 ദിവസം കഴിഞ്ഞാൽ വരുന്ന ഇവളെയും കൊണ്ട് രാത്രി. സുഹൃത്തിൻ്റെ ഭാര്യയാണ് മോളെ. ഏത് സുഹൃത്തിൻ്റെ ഭാര്യ 38 വയസ്സുള്ളവനോട് 35 വയസ്സുള്ളവളെ വിടുന്നേ? ഇവന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇവന് കുഞ്ഞമ്മയുണ്ട്, ഇവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതയായ ഒരു പെങ്ങളുണ്ട്, ഒരു ചേട്ടനുണ്ട്, ബാക്കിയുള്ള ബന്ധുക്കളെല്ലാം ഉണ്ട്. അവൻ ആരും ഇല്ലാത്തവരല്ല. ഇവൻ അതിലൊരാളെ കൊണ്ടുപോകാതെ ഇവൻ ഈ 35 വയസ്സുള്ള ഒരു സ്ത്രീയെ കൊണ്ട് പോയിട്ട് അവൾ ഞങ്ങൾക്ക് എഴുതിയ വീഡിയോയിൽ പറയുമോ, ഇവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. അവൻ വീട്ടിൽ കൊണ്ടുവന്ന്, അനുമോക്ക് വയ്യാതെ മെഡിസിറ്റി കിടക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന്, പിന്നെ മെഡിസിറ്റി കൊണ്ടുവന്ന് ഹോം നേഴ്സ് ഇങ്ങനെ നടക്കുവന്ന്, ഒരുത്തൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവന്ന ഹോം നേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവർ ആണിനെ കൊണ്ടുപോകാൻ എന്താ? അല്ലെങ്കിൽ പെണ്ണിന്, ഇവർക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ട്, ആരും ഇല്ലാത്ത ഒരു വ്യക്തിയല്ല അവൻ. അവന് ഇഷ്ടംപോലെ ആളുകളുള്ളതാ. അവൻ അതിലെ ഒരാളെ കൊണ്ടുപോകാൻ എന്താ? ഈ ആക്സിഡന്റിന് മുൻപ് അനുമോളെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നതായി അങ്ങനെ അവൻ ലീവിനൊക്കെ വരുമ്പോൾ അവിടെ ചെറിയ ചെറിയ പ്രശ്നം, അത് നമ്മൾ കുടുംബമാകുമ്പോൾ ഉണ്ടല്ലോ, അതിലൊന്നും ഞാൻ അങ്ങനെ പോകത്തുമില്ല. മോക്ക് ആക്സിഡന്റ് ആയതിനു ശേഷം ഞാൻ സ്ഥിരമായിട്ട് അവിടെ ചെന്ന് നിൽക്കുന്നത്. അതിന് മുമ്പ് ഞാൻ അങ്ങനെ പോകത്തേ ഇല്ല. അന്നേരം എല്ലാവരും പറഞ്ഞ അതിന് മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അമ്മയുടെ കൊങ്ങായിക്ക് പിടിച്ച് അതിൻ്റെ ഇത് കണ്ട് കുഞ്ഞ് ഛർദ്ദിച്ച്
ഇവന്റെ അച്ഛന്റെ കൊങ്ങായിക്ക് ഇതുപോലെ കൊടുവാളം കൊണ്ട് ചെന്ന് വെട്ടാൻ ഇതിനു മുമ്പ്. ഈ അനു ഇതിനെ കുറിച്ചൊന്നും അമ്മയോട് ഡയറക്റ്റ് എന്റെ കൂടെ പറയത്തില്ല. അവള് പിന്നെ അവക്കുള്ള ഈ വിഷമങ്ങളൊക്കെ അവളെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറയാം അമ്മ കഷ്ടപ്പെട്ടല്ലേ എന്നെ കെട്ടിച്ചയച്ച്, ഇനി അമ്മയുടെയും കഷ്ടപ്പാട്, പിന്നെ ഞാനും കൂടി ഇത് പറയുമ്പോൾ അമ്മയ്ക്ക് വിഷമം ഇല്ലയോ എന്നൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്ത്രീധനം അവര് ചോദിച്ചു, സ്ത്രീധനം ചോദിച്ച് അവര് പറഞ്ഞ് എന്തോ കൊടുക്കും. ഞാൻ പറഞ്ഞു 25 പവന് ഇത്ര രൂപയും തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കൊടുത്ത് ഇപ്പൊ നമ്മുടെ കയ്യില് അത് വീട് വെക്കാൻ നേരം ഞാൻ ഈ പൈസ കൊടുക്കുന്നേ. വീട് വെക്കാൻ നേരം പൈസ, ടൈലെടുക്കാൻ നേരം അങ്ങനെ കൊടുത്തു. പക്ഷെ സ്വർണം ഞാൻ മൊത്തത്തിൽ 25 പവൻ കൊടുത്തേ. അതൊക്കെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം തന്ന്, ഞാൻ നിന്ന കടകളിലെ എല്ലാവരും ഈ നാട്ടിലുള്ളവരും തന്ന് സഹായിച്ച് അങ്ങനെ കൊടുത്തേ. ഇനിയിപ്പോ മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം നിങ്ങളുടെ എങ്ങനെയാണ്? ഞങ്ങളുടെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഇത്രയും സ്വന്തം അമ്മ എൻ്റെ കുഞ്ഞിനെ ഞാൻ 10 മാസം കൊണ്ട് നോക്കിയെടുത്ത് ജീവൻ ഈശ്വരൻ നമുക്ക് പുനർജന്മം തിരിച്ചു കൊടുത്ത കുഞ്ഞിനെ വെച്ച് വീഡിയോ ഉണ്ട്. അത് എവന്റെ തൊഴിലാണ് ഇവൻ പറയുന്നത്. ഈ 10 മാസം കൊണ്ട് വീഡിയോ വെച്ച് 25 ലക്ഷം മേടിച്ചേ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഞാൻ വിട്ടു കൊടുക്കത്തില്ല. ഇനി ഏത് കോടതിയിൽ പോയാലും അവൾക്ക് എന്ന് സംസാരം ഓർമ്മയും കിട്ടുന്ന അന്നേരം അവൾക്ക് ഭർത്താവിൻ്റെ കൂടെ പോകണമെങ്കിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഭിക്ഷ എടുക്കും. ഞാൻ ആരുടെ ഇന്ന് വരെ വീഡിയോ ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിന് പൈസ വേണം. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വില്ലൂര് കൊണ്ട് എൻ്റെ ഒരു നിവർത്തിയില്ല. ഇപ്പം ഞങ്ങൾ ഇടോ മേടിച്ച് എൻ്റെ മൂത്ത മോടെ 4 പവൻ്റെ സ്വർണവും മേടിച്ചൊക്കെ ഈ കുഞ്ഞിനെ സംരക്ഷിച്ചെടുത്തേ. പിന്നെ നല്ലവരായ എല്ലാ നാട്ടുകാരും, എൻ്റെ നാട്ടുകാർ, എൻ്റെ കരയോഗക്കാർ, ആ നാട്ടിലുള്ളവരെല്ലാം, മോളൂടെ പഠിച്ചവർ എല്ലാം. ഇവന് വേറെ അക്കൗണ്ട് ഉണ്ട്. ഇവന് SBIയിൽ അക്കൗണ്ട് ഉണ്ട്. അവൻ്റെ അക്കൗണ്ട് പരിശോധിക്കണം. ഇവൻ്റെ വേറെ അക്കൗണ്ടിലും പൈസ വന്നിട്ടുണ്ട്, അവൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ അവന് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഇത് അനുമോടെ അക്കൗണ്ടിൽ മാത്രം വന്നത് 25 ലക്ഷം. പിന്നെ കുഞ്ഞിൻ്റെ ജോലി ചെയ്ത് ഇൻഡെക്സിൽ നിന്ന് ഒരു 6,19,000 രൂപ കൊടുത്തായിരുന്നു. അത് 2 ലക്ഷം മെഡിസിറ്റിയിലെ തന്നെ. ഞാൻ അങ്ങനെ പൈസ വേണ്ടുന്ന ഒരു അമ്മായിമ്മയാണെങ്കിലേ ഞാനിൽ നിന്ന് ഈ പ്രകാശം എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നപ്പോഴേ എൻ്റെ മോടെ ഇൻഡെക്സിലെ മാനേജർമാരുണ്ടെന്ന് 6,19,000 തരുന്നത്. ആ ചെക്ക് അവൻ്റെ കയ്യിലാണ് ഞാൻ കൊടുത്തത്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പൈസ എടുത്തിട്ടുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവൻ ഇവന് ജയം കിട്ടാൻ വേണ്ടി ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് അനുമോളെ വെച്ച് പക്ഷെ അവനത് ചെയ്യാം. എൻ്റെ ഞാൻ പ്രസവിച്ച് 10 മാസം പ്രസവിച്ച് വളർത്തി 20 വയസ്സ് വരെ വളർത്തി എൻ്റെ മോളെ വെച്ച് എനിക്ക് ആരുടെയും പൈസ വേണ്ട. അനുവിന് മോനെ കണ്ടാൽ മനസ്സിലാവുക മോനെ അങ്ങനെ അവന് കളിച്ച് നടക്കണം. അവന് 9 വയസ്സല്ലേ ഉള്ളു. അവന് അത്രയ്ക്കുള്ള ഒരു കളിയുടെ ശ്രദ്ധ. എന്നാലും അവൻ അടുത്ത് വരുമ്പോൾ അവൾക്ക് ഒരു പ്രത്യേക ഒരു മുഖത്തിന് മാറ്റമുണ്ട്. ഈ അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണ്? അമ്മയോട് ഇതൊക്കെ ചെയ്തു ആ കുഞ്ഞിനെ തിരിച്ചറിയാം. അവനറിയാലേ ഇവൻ കൊണ്ട് നടന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് നടന്ന് ഓരോന്ന് അവനൊരു മുട്ടായി മേടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറ മോനെന്ന് പറയുമ്പോൾ അവൻ കുഞ്ഞല്ലയോ, അവൻ ആ രീതിയിലല്ലേ പറയൂ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ആകെയുള്ളത് ഈ ഒരു വീട് മാത്രമാണ്? അത്രേ ഉള്ളൂ. ബാക്കി കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ വെല്ലൂര് ട്രീറ്റ്മെന്റിന് പോവാ എന്റെ മുമ്പിലെ ഏക വഴി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ആരുടെയും പൈസ വേണ്ട. എൻ്റെ മോക്ക് സംസാരം കിട്ടിയാൽ മതി. ഞങ്ങൾ ഈ ജീവൻ രക്ഷിച്ച ഇവിടെ വന്ന് ഞങ്ങൾ 10 മാസം കൊണ്ട് അതിനകത്ത് ദുരിതം അനുഭവിക്കും. ആരും അറിയുന്നില്ല ഞങ്ങളുടെ ദുരിതം കഷ്ടപ്പാടും. പിന്നെ എന്തുകൊണ്ട് അത്രയും നാൾ അവിടെ മോളെ ഇവിടെ വഴിയില്ല, നിങ്ങൾ കാണുന്നില്ലയോ? എന്നിട്ട് അവര് പറയുന്നത് കൊണ്ടുപോയിട്ട് വഴിയില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സാഹചര്യം ഞങ്ങൾ പറയുന്നത്. അത് ഇവനത് പറയേണ്ടുന്ന കാര്യമുണ്ട്. പിന്നെ ബാത്റൂം എന്ന് വെച്ചാൽ വെളിയിൽ പണ്ട് നമുക്ക് അറിയത്തില്ല ഇങ്ങനെ വന്ന് സംഭവിക്കുമെന്നൊന്നും. അന്നേരം ഈ ബാത്റൂമിൽ കുഞ്ഞിനെ കൊണ്ടും ഭയങ്കര പാടാ, പുറയിലായതുകൊണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബാത്റൂം, അങ്ങനെ വീട്ടിൽ ഇത്രയും സൗകര്യം ഉള്ളൂ. അത് അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധി കൊണ്ടാണ് ഞങ്ങൾ അവിടെ സഹിച്ചു. പിന്നെ ഇവിടെ വന്നാലും ഞങ്ങൾക്ക് ആരും ഇല്ലല്ലേ. എല്ലാ ATM കാർഡ് സർവ്വതും അവൻ്റെ കയ്യിലായിരുന്നു, പാസ്ബുക്കും എല്ലാം. ഇപ്പം തന്നു മോളെ, പക്ഷെ ഒന്നുമില്ല. ഇപ്പോൾ അനുമോളിനെ വെച്ച് ലക്ഷങ്ങള് ജയപ്രകാശിന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലാതെ ആയിപ്പോയി. ഞങ്ങൾക്ക് ഉപകാരം വേണ്ട, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഈ കുഞ്ഞിനെ ഇവൻ വില്ലൂര് ഇവൻ വില്ലൂര് പോകണമെന്ന് പറഞ്ഞ് പിറ്റേന്ന് ഇവൻ പിന്നെ വാളയാറ് മൂന്നാർ ഇവൻ ടൂറ് പോവുക കാറും വിളിച്ചോണ്ട്. എന്നിട്ട് എൻ്റെ പറഞ്ഞു എടി മറ്റേ മോളെ നിനക്ക് വേണമെങ്കിലേ നീ നിന്റെ മോളെ കൊണ്ടുപോക്കുക, അല്ലെങ്കിൽ നീ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ കൊങ്ങായിക്ക് കുടിക്കുന്നത്. അമ്മയോട് എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്തേ ഞാനത് പേര് പറയത്തില്ല. ആ വീഡിയോക്കാർ പറഞ്ഞ അനുവിൻ്റെ അമ്മയെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ട്, ഇപ്പോഴല്ല ആദ്യമേ പ്രശ്നം നടന്നപ്പോൾ എവനാണ് സത്യസന്ധതയുള്ളത് ഇത് കാണുന്നവർ പറയണം, ഞാൻ പറയുന്നേ അല്ല. ഇവൻ പറഞ്ഞെന്തോ അനുവിൻ്റെ അമ്മ മെഡിസിറ്റിയിൽ നിന്ന് കൊണ്ടാക്കിയിട്ട് പിറ്റേന്ന് അവർ കളഞ്ഞിട്ട് പോയെന്ന്. ആ വീഡിയോക്കാർ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഞാൻ പേര് പറയത്തില്ല. അവർ എന്നെ വിളിച്ച് പറഞ്ഞ് മോളൂടെ കോളേജിൽ പഠിച്ച ഒരു കൂട്ടുകാരനെ, ആ പയ്യൻ്റെ കൂട്ടുകാരനെ. അന്നേരം അവർ പറഞ്ഞു അനുവിൻ്റെ അമ്മ ഒരിക്കലും അനുവിനെ കളയത്തില്ല, അത്ര കഷ്ടപ്പെട്ട അനുവിനെ വളർത്തി, അമ്മയ്ക്ക് ഒരിക്കലും കളയാം, അങ്ങനെയുള്ള ഒരു അമ്മയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വരെ പറഞ്ഞവനാവേ. അതെല്ലാം ഫേസ്ബുക്കിൽ ഇടുക. ഈ മോടെ കുഞ്ഞിനെ ഒരു ടീച്ചർ, അവർ നല്ല ദൈവികവും സത്യസന്ധതയുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ പേര് പറയത്തില്ല, ടീച്ചർ ഒന്ന് അടിച്ചെന്നും പറഞ്ഞവ ഫേസ്ബുക്കിലിട്ട്.
ഇവ എന്തോ കിട്ടിയാലും ഫേസ്ബുക്കിൽ അങ്ങ് ഇടുക 2-3 മണിക്കൂറും ജനങ്ങൾ കാണണമെന്ന് അറിയുമ്പോൾ ഡിലീറ്റ് ചെയ്യുക. എന്നെ എൻ്റെ കുടുംബത്തെയും ഫേസ്ബുക്ക് വഴി ഇവ എന്തെല്ലാം ആക്ഷേപിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇനി പിന്നെ അനുമോളെ ഈ അന്യ നാട്ടിലായാലും അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്നൊരു മോ എന്നെ വിളിച്ചെന്ന് പറഞ്ഞ അമ്മേ എനിക്ക് 2 സഹോദരിമാരുണ്ട്, എൻ്റെ അനുമോടെ കണക്കുള്ള ഒരു സഹോദരി എനിക്കുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നത്. ഞാനത് കണ്ടുകൊണ്ട് 1.5 ലക്ഷം രൂപ ഇവനെ അയച്ചു കൊടുത്തത് അമ്മേ. എനിക്കിപ്പോൾ അങ്ങ് ഭയങ്കര സങ്കടം തോന്നുന്നു. അനുമോളെ ഇവ ഇങ്ങനെ ചെയ്തേനെ. ഇവനെ സ്നേഹമൊന്നുമില്ല, ഇവൻ അഭിനയമായിരുന്നു ഇവൻ്റെ മൊത്തം. ഇവ പണം കിട്ടണം, ഇവന് വീഡിയോ ചെയ്ത് പൈസ കിട്ടണം. ഇവ ഒരു ചാനൽ തന്നെ യൂട്യൂബ് ഒരു ചാനൽ ഇവൻ തന്നെ അവന്റെ ചാനലായിട്ട് ഇറക്കി. അപ്പൊ അമ്മ അന്ന് പറഞ്ഞില്ല മോളെ ഇങ്ങനെ കാണിച്ച് പൈസ മോളെ അങ്ങനെ പറഞ്ഞ ഇവൻ കൊങ്ങായിക്കും, ഞങ്ങളെ ഉപദ്രവിക്കുക. ഇവൻ കൊല്ലി, അവൻ നാക്കൊക്കെ ഇവൻ ഈ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്ന ഇത് രീതിയല്ല അവൻ്റെ. ഇവൻ നാക്കൊക്കെ കടിച്ചു പിടിച്ച് കണ്ണൊക്കെ തെള്ളി ഇവൻ ആയുധങ്ങൾ എടുത്തോണ്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഞങ്ങൾ 2 പേരുണ്ട്, ഞങ്ങൾ അറിയാത്ത സ്ഥലം, നമ്മുടെ നാടല്ല. നമ്മൾ ആ വീട്ടിൽ കിടന്ന് എന്തോ വിളിച്ചു പോയാൽ പോലും അവിടെ ആരും വരത്തില്ല. അപ്പുറം ഇപ്പുറം ഉള്ളവർക്ക് അറിയാം. ഇപ്പൊ 10 മാസത്തോളം നിങ്ങൾ അവിടെ കടിച്ചു പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ അനുമോളെ വിളിച്ചോണ്ട് പോരാനല്ല. ഞങ്ങൾ എന്നേരം അവിടെ എല്ലാ നാട്ടുകാരും ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ക്രിമിനൽ മൈൻഡ് ഉള്ളവനെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയി ഇവൻ നിങ്ങളെ ഒരു വെട്ടിയോ അല്ലെങ്കിൽ കുത്തി വെച്ചത് നിങ്ങളുടെ ജീവൻ ഇവിടെ കിടന്ന് പോകത്തേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ പിന്നെ അനുവിൻ്റെ അവസ്ഥ ഇവൻ്റെ ലക്ഷ്യം ഒന്നീ അനുവിനെ കൊല്ലണം. ഇവൻ്റെ ഏക ലക്ഷ്യം ഞാൻ അനുവിനെ അവിടെ നിന്ന് ഇട്ടിട്ട് പോരണം. ഇട്ടിട്ട് പോരുമ്പോൾ ഇവൻ്റെ തോന്നിവാസങ്ങൾ അതിനകത്ത് നടക്കും. ഇവൻ്റെ അച്ഛനും അമ്മയും അവർക്ക് സപ്പോർട്ടാണ്. പിന്നെ ഈ കുഞ്ഞിന് മായിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ പോരെ. അങ്ങനെയില്ലേ എല്ലായിടവും നടക്കുന്നേ. പാമ്പ് കടിപ്പിച്ച് കൊല്ലുന്ന 101 പാമ്പിനും അതിൻ്റെ സ്വത്തും കൊടുക്കുന്ന പിള്ളേരെ. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ മോളെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച അയ്യോ അനുമോൾക്ക് ആക്സിഡൻ്റ് ആയിരുന്നില്ല, കേടുന്നാലും പറയാം അസുഖമില്ലാതെ കിടന്നെയാണ്. പക്ഷെ അതിനകത്ത് നടക്കുന്ന എന്തോന്ന് ഈശ്വരന് മാത്രമല്ലേ അറിയൂ. അതുകൊണ്ടാണ് അവനെ ഞാൻ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ച് പോരണം. അതെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു നീ എത്ര ഇത് ഞങ്ങളെ ഉപദ്രവിച്ചാലും എൻ്റെ പോന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടേ പോകുമെന്ന് പറഞ്ഞു. ഇവൻ പോലീസുകാരെ കൊണ്ട് നിർത്തി ഇറങ്ങെന്ന് പറഞ്ഞ് ഈ കട്ടിൽ പോലും തരാതിരുന്നതാ. പിന്നെ ശാസ്താംകോട്ട SI സാർ സ്ഥാനവാസം എന്ന് പറഞ്ഞു. സാറ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്, സാറ് നല്ലൊരു മനുഷ്യനാണ്. സാറ് പറഞ്ഞു അന്നേരം ഇവൻ പറഞ്ഞു ഞങ്ങളുടെ പൈസ ഇല്ലെന്ന് കട്ടിലുണ്ടാകും. സാറ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു അമ്മ കട്ടിലെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സാറും കൂടെ വന്നു നിന്നാൽ ഇതെല്ലാം പറക്കുന്നത്. SI സാറുണ്ട് അന്നേരം ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അപ്പോൾ പോലീസിനൊക്കെ സത്യാവസ്ഥ എല്ലാം അവർക്ക് അറിയാം. സാറ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാറ് നല്ലൊരു മനുഷ്യനാണ്. SI ഷാനവാസിന് നമ്മൾ എന്ത് കേസ് പറഞ്ഞാൽ അന്ന് ആദ്യം സാറ് ഞാൻ പറഞ്ഞു ഇതുവരെ ഞങ്ങളെ ഉപദ്രവിക്കുന്നു സാറേ, ഇതുവരെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ അമ്മയുടെ മോളെയും കൊണ്ടെങ്കിൽ അമ്മയ്ക്ക് പോകണമെങ്കിൽ പാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു നീ ഇനി അവരെ ഉപദ്രവിക്കാൻ നിന്റെ പേര് കേസ് ചാർജ് ചെയ്യും. ഇതിപ്പം 3-4 പ്രാവശ്യം സാറ് അന്ന് അവിടെ ജോയിൻ ചെയ്യുന്നേ. FIR എഴുതുമെന്ന് പറഞ്ഞു നിന്റെ പേര് ഇനി. പക്ഷെ പോലീസ് പേടിപ്പിച്ചിട്ടൊന്നും കാര്യം ഉണ്ടായില്ല. ഇല്ല, അത് എത്ര വട്ടം പേടിപ്പിച്ചു. പിന്നെ വന്ന് 2 ആഴ്ച പോലീസ് പറഞ്ഞിട്ട് വരുന്ന അന്ന് രാത്രിയിൽ ആ ബാത്റൂമിൽ കയറാൻ വരും. ഞങ്ങൾ കിടക്കുന്ന ബാത്റൂമിൽ എപ്പോഴും വരുന്നത്. അന്നേരം ഞങ്ങളെ ചീത്തയും വിളിച്ചോണ്ട് ബാത്റൂമിലൂടെ കഥവൊക്കെ പടപടാന്ന് അടയ്ക്കുന്നത്. കുഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. രാവിലെ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന അനുമോളെ വീഡിയോ എടുക്കായി. അനുമോളെ സാറ് പറഞ്ഞ അവളെ എപ്പോൾ നല്ലപോലെ ഉറങ്ങി അവൾ സ്വയം ഉണരുന്നു. അന്നേരം അവളെ ഉണർത്താമെന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് ഈ കുഞ്ഞ് 9-10 മണി വരെ കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ ഞാൻ കള്ള പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഞാൻ ചെയ്തു തരാം. ഇവിടെ നിന്ന് വെച്ചാൽ 6-7 മണിയാകുമ്പോഴേ കുഞ്ഞ് ഉറങ്ങി കിടക്കുമ്പോഴേ അനുമോളെ വീഡിയോ എടുക്കാൻ പൈസ ഇട്ടുണ്ടായോ? പൈസ കിട്ടിയെങ്കിലല്ലേ അവന് ഞാൻ നടക്കാൻ പറ്റൂ. അങ്ങനെ എത്ര പ്രാവശ്യം എന്നിട്ട് അവൻ വീഡിയോ ഉറക്കെ പറയും. സ്വന്തം സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോണം, സ്വന്തം അമ്മയ്ക്ക് ഞാൻ 2 മക്കളെ വളർത്തിയതാ, ഞാൻ 6 അംഗങ്ങളൂടെ ജീവിച്ചതാ. എനിക്കൊരു സംശയരോഗി ഒന്നുമല്ല. ഞാൻ എൻ്റെ കണ്ണി കണ്ടതും എൻ്റെ ചെവി കേട്ടതും ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ മോടെ കാര്യം എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തോ കിട്ടാന്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഞാൻ കഷ്ടപ്പെട്ട് അയച്ച എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം. ഇവ പിന്നെ പറയുന്നതാ. പിന്നെ അമ്മയ്ക്ക് മോനെ അമ്മയുടെ അടുത്ത് ചെന്നുകൂടാ സുഹൃത്തുക്കളെ. നമ്മൾ തുപ്പിയാലും വീഡിയോ എടുക്കും. അങ്ങ് ഇവൻ്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് അവൻ നല്ലൊരു ഭർത്താവിന് മോനെ അമ്മ ഉറങ്ങുമോ, ഇപ്പൊ അമ്മയെ ശല്യപ്പെടുത്തരുത്, അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കണമെന്നേ. എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം. ഇതായിരുന്നു അവന്റെ മുമ്പിലുള്ള വഴി. വഹിക്കണം. അതിന് ഏത് കോടതി പോയാലും എൻ്റെ കുഞ്ഞിന് സംസാരം കിട്ടാതെ ഞങ്ങൾ ഭിക്ഷ എടുക്കും. അല്ലെങ്കിൽ റേഷൻ കട അരിയുണ്ട്, അത് മേടിച്ച് ഞങ്ങൾ ആരുടെയും മുമ്പിൽ പൈസ ചോദിക്കുന്നില്ല. പിന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുപോകാൻ നിവർത്തിയില്ല. എനിക്ക് അതേ ഇപ്പം പറയാൻ പറ്റൂ. ഞങ്ങളുടെ ഒരു നിവർത്തിയില്ല. ഞങ്ങൾ 10 മാസം കൊണ്ട് ജോലിക്ക് പോകുന്നില്ല.